ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പൊട്ടറ്റോ ലോലിപോപ്പാണ്. അതിനായിട്ട് ആദ്യം 3 ഉരുളക്കിഴങ്ങ് എടുക്കണം. പിന്നെ 3 സവാള, എന്നിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. 2 പച്ചമുളകും വേണം. പിന്നെ 3 ബ്രെഡും. അത് കഴിഞ്ഞ് ഇതിലിടാനുള്ള ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന പച്ചമുളകും സവാളയും ചെറുതായിട്ട് അരിയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വച്ചിരുന്ന ബ്രെഡിനെ പൊടിച്ചെടുത്ത് വയ്ക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയെടുക്കണം. എന്നിട്ട് ഒരു ബേസിൻ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുഴച്ചൊന്ന് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വച്ചിരുന്ന പൊടികളും ഇതിലോട്ട് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന സവാളയും പച്ചമുളകും ഇതിലോട്ടിടണം. അത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ചു വച്ചിരുന്ന ബ്രെഡിൻ്റെ പൊടി ഇതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നവടിയെടുക്കണം. എന്നിട്ട് ഒരു ചെറിയ പാത്രം എടുത്ത് അതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കുറച്ച് വെള്ളമിട്ട് കലക്കിയെടുക്കണം. ഇത് നമ്മൾ എടുത്ത് വച്ചിരുന്ന കുറച്ച് പൊടിയാണ് ബ്രെഡിൻ്റെ. എന്നിട്ട് നമ്മൾ നേരത്തെ നവടി വെച്ചിരുന്നത് നല്ല ബോൾസ് ആക്കി എടുക്കണം. എന്നിട്ട് ഈ ബോൾസ് ഈ മൈദയിൽ പൊക്കിയെടുത്ത് ഈ ബ്രെഡിൽ പൊടിയിലോട്ട് ഇട്ട് ഇങ്ങനെ ആക്കി നമ്മൾ എണ്ണയിലോട്ട് ഇടണം. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇടണം. ഒരു വശം മുറിയുമ്പോൾ അടുത്ത വശത്തോട്ട് മറിച്ചിടണം. അങ്ങനെ നമ്മൾ ബ്രെഡ് പൊട്ടറ്റോ ലോലിപോപ്പ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചായയുടെ കൂടെ ഒരു അടിപൊളി ടേസ്റ്റി സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.